ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മോഡുലാർ ടൈപ്പ് സ്വിച്ച് ബോർഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ വെക്കാറുണ്ട്. അതിൻ്റെ പ്ലഗ്, അതുപോലെ തന്നെ റെഗുലേറ്റർ, സ്വിച്ച്, ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം, ഊരിയെടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ അത് ടെസ്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ജി എമ്മിൻ്റെ മോഡലാണ്, GMൻ്റെ GX എന്ന് പറയുന്ന GX10 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അതിൻ്റെ ഫുൾ പ്ലേറ്റ് കാര്യങ്ങളാണ് വരുന്നത്. ആദ്യമേ തന്നെ ഈ പ്ലേറ്റ് രണ്ടെണ്ണമായിട്ടാണ് വരുന്നത്. അത് ഏകദേശം ഒരു 90% മോഡുലാർ ടൈപ്പ് വരുന്നത്. രണ്ട് പ്ലേറ്റ് ഉണ്ടാവും. അത് ഉള്ളിലൊരു പ്ലേറ്റ് ഉണ്ടാവും, ഇന്നർ പ്ലേറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഔട്ടർ പ്ലേറ്റും ഉണ്ടാവും. ഇന്നർ പ്ലേറ്റിനാണ് നമ്മൾ ഈ പറയുന്ന സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഔട്ടർ പ്ലേറ്റ് ഏറ്റവും അവസാനമാണ് നമ്മൾ കൊടുക്കുന്നത്. പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഔട്ടർ പ്ലേറ്റ് വരുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ലോക്ക് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതായത് ഓരോ കമ്പനിക്കും ഓരോ ലോക്കാണ് സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ കമ്പനിയുടെ തന്നെ പ്ലേറ്റ് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ആ കമ്പനിയുടെ തന്നെ സ്വിച്ചുകൾ, അതേ മോഡൽ സ്വിച്ചുകൾ തന്നെ ഇടാനായിട്ട് സാധിക്കുന്നത്. അതല്ലാതെ സെപ്പറേറ്റ് വേറെ പ്ലേറ്റും അതുപോലെ തന്നെ വേറെ മോഡൽസിൻ്റെ ഇടയിൽ സൂട്ട് ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിപ്പോൾ റെഗുലേറ്ററാണ്. ഇതിൻ്റെ പ്ലേറ്റ് ഉണ്ട്, സൈഡുകളിൽ പ്ലേറ്റ് വരുന്നുണ്ട്. ഈ പ്ലേറ്റുകളിൽ നമ്മൾ ആദ്യമേ തന്നെ മെയിൻ പ്ലേറ്റ് ഊരിയെടുക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് വേണം ആ സൈഡ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് അതിൻ്റെ സൈഡ് നമുക്ക് അതിൽ ലോക്ക് സിസ്റ്റം ഉണ്ട്. ആ ലോക്ക് കണ്ട രണ്ട് ലോക്ക്, സൈഡിൽ രണ്ട് ലോക്ക് ഉണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ രണ്ട് ലോക്ക് ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ടെസ്റ്ററിന് തിക്കി കഴിഞ്ഞാൽ അത് പതുക്കെ പുറത്തേക്ക് വരും. പ്ലേറ്റ് പൊട്ടുമെന്ന് വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയായിരിക്കും പ്രൊഡക്ട്സുകൾ കൊടുത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് കാണുന്ന എല്ലാം തന്നെ അതിൻ്റെ പ്ലേറ്റുമേ വരുന്ന ലോക്കുകളാണ്. നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത് 4 ലോക്കുകളാണ്. പുറത്ത് സൈഡിലായിട്ട് 2 ലോക്ക്, ഇപ്പുറത്തെ സൈഡിൽ 2 ലോക്ക്. ഈ പറയുന്ന ലോക്കുകളിലേക്കാണ്, ഈ അകത്ത ലോക്കുകളിലേക്കാണ് ഈ പ്ലേറ്റ് വന്ന് ടൈറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പ്ലേറ്റുകൾ, ഈ പറയുന്ന ഇന്നർ പ്ലേറ്റിലാണ് നമ്മൾ സ്വിച്ച് കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നത്. കണ്ടോ അതിൻ്റെ ഗ്രൂ കണ്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ലോക്കുകൾക്ക് അനുസരിച്ചുള്ള സ്വിച്ചാണ് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏത് പ്ലേറ്റ് ആണോ ഏത് കമ്പനി വാങ്ങിക്കുന്നു അതിൻ്റെ തന്നെ ആ സെയിം മോഡലിൽ തന്നെ സ്വിച്ച് അതുപോലെ തന്നെ കാര്യങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ ഇത് സൂട്ടായി കിട്ടുള്ളൂ. അപ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ കറക്റ്റ് ലോക്കിലേക്ക് വീഴില്ല, അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇപ്പോൾ നമ്മൾ ആ സ്വിച്ച് അല്ലെങ്കിൽ ഈ പ്ലഗ് സോക്കറ്റ് ഉപയോഗിച്ചതിന് ശേഷം നേരെ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. എല്ലാ മോഡലും ഒരു 90% മോഡലുകളും അങ്ങനെ തന്നെയാണ് വരുന്നത്. നേരെ ഇതിൻ്റെ അകത്തേക്ക് വെക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ലോക്ക് കറക്റ്റായിട്ട് വീഴും. അതുപോലെ തന്നെ കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോക്ക് ഹൈ സ്ട്രോങ് ആണ് ലോക്ക് വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് പിടിച്ചു വലിച്ച് ഊരിയെടുക്കാനും പറ്റില്ല. ഊരിയെടുത്തന്നെ അതിൻ്റെ ലോക്ക് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മളിത് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനും പറ്റും. ഇത് തന്നെ ഏറ്റവും നല്ല ടെസ്റ്ററാണ്. ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ ഊരിയെടുക്കാനും. അപ്പം മറക്കണ്ട, ഏത് കമ്പനിയുടെ സ്വിച്ചാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതേ പ്ലേറ്റ് തന്നെ, അതേ മോഡൽ പ്ലേറ്റ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റായിട്ട് സൂട്ട് ചെയ്യാനും പറ്റുള്ളൂ. ഇത് നമുക്ക് എങ്ങനെ ഊരിയെടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അതറിയണ താല്പര്യം നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ നോട്ടിഫിക്കേഷനിൽ വേണമെങ്കിൽ അത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.